ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിജയമായിരുന്നു ഇന്നലെ ഹൈക്കോടതിയിൽ നിന്നും പുറത്തു വന്ന ഇടക്കാല ഉത്തരവ്. ശ്വേതാ മേനോന്റെ വാദങ്ങൾ പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് കണ്ടാണ് കോടതി തുടർ നടപടികൾ തടഞ്ഞത്. നടിയുടെ അന്തസ്സിനെ ചോദ്യം ചെയ്യും വിധത്തിലുള്ള പരാമർശങ്ങൾ നടത്തി കേസിൽ കുടുക്കാനുള്ള ശ്രമങ്ങൾക്കാണ് കോടതി കത്രിക വെച്ചത്. പരാതിക്കാരന് കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഹർജി സെപ്റ്റംബർ 23 വീണ്ടും പരിഗണിക്കും. വിവരങ്ങളുമായി നിഷാ ദിലീപ് ചേരുകയാണ്. നിഷാ, ഈ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പടക്കം നടക്കുന്ന ഒരു ഘട്ടത്തിൽ അതിന് ശ്വേതാ മേനോന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ വികാരം സൃഷ്ടിക്കുക, അത്തരത്തിൽ ആസൂത്രിതമായ ചില നീക്കമാണ് നടന്നതെന്നുള്ള വിമർശനമുണ്ടായിരുന്നു. ആ വിമർശനങ്ങൾ ശരിവെക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്, അല്ലേ? കെ പി, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ശ്വേതാ മേനോനെതിരായ കേസിൽ CJM കോടതി നടപടിക്രമങ്ങൾ പാലിച്ചില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഈ കേസിലെ തുടർ നടപടികൾ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് സ്റ്റേ ചെയ്തത്. ജസ്റ്റിസ് VJ അരുണാണ് തുടർ നടപടികൾ സ്റ്റേ ചെയ്തത്. ഇക്കാര്യത്തിൽ കോടതി പ്രധാനമായും പല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് മനസ്സിരുത്തിയല്ല ഇക്കാര്യത്തിൽ കേസെടുക്കാൻ പോലീസിനോട് നിർദ്ദേശിച്ചത്. പോലീസ് കേസെടുക്കുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, അതായത് CJM കോടതി കേസെടുക്കാൻ ഉത്തരവിടുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങൾ, അതായത് പോലീസിനോട് റിപ്പോർട്ട് തേടണം. ഇക്കാര്യത്തിൽ അങ്ങനെ ഉണ്ടായില്ല. പരാതിക്കാരിക്കെതിരെ കെട്ടിച്ചമച്ച ഒരു കേസ്. കാരണം കൃത്യമായി KP പറഞ്ഞതുപോലെ തന്നെ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ മത്സരിക്കുമ്പോൾ ഇവർക്കെതിരെ അപവാദ പ്രചരണം നടത്താൻ തന്നെയാണ് ഇത്തരത്തിലൊരു പരാതിയുമായി മാർട്ടിൻ മേനാച്ചേരി എന്നയാൾ മുന്നോട്ട് പോയത്. മാർട്ടിൻ മേനാച്ചേരി പരാതിയുമായി ആദ്യം എറണാകുളം സെൻട്രൽ പോലീസിനെ സമീപിച്ചു. പോലീസ് ആദ്യം കേസെടുത്തില്ല. തുടർന്ന് ഇയാൾ CJM കോടതിയെ സമീപിക്കുകയായിരുന്നു. CJM കോടതി പോലീസിനോട് പോലും റിപ്പോർട്ട് തേടാതെ പെട്ടെന്ന് തന്നെ ഇക്കാര്യത്തിൽ ശ്വേതാ മേനോനെതിരെ FIR രജിസ്റ്റർ ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു. കഴിഞ്ഞ 30-നാണ് എറണാകുളം സെൻട്രൽ പോലീസ് ശ്വേതാ മേനോനെതിരെ FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIRൽ പറഞ്ഞിരിക്കുന്നത് വളരെ വിചിത്രമായ കാര്യങ്ങളാണ്. കാരണം ശ്വേതാ മേനോൻ വർഷങ്ങൾക്ക് മുൻപ് അഭിനയിച്ച സിനിമ, ഇതിൽ സംസ്ഥാന സർക്കാർ അവാർഡിന് അർഹമായ സിനിമ വരെ ഉണ്ടായിരുന്നു. ആ സിനിമകളിലൊക്കെ അശ്ലീല രംഗങ്ങളുണ്ടെന്നും ഈ അശ്ലീല സിനിമകളിലൂടെയാണ് ഇവർ പണം സമ്പാദിച്ചത് എന്നുള്ള കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ തനിക്കെതിരെയുള്ള കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ശ്വേതാ മേനോൻ ഇന്നലെ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത്. ഈ ഹർജിയിൽ ഇനിയൊരു ഉത്തരവ് ഉണ്ടാകുന്നത് വരെ തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നാണ് സിംഗിൾ ബെഞ്ചിന്റെ നിർദ്ദേശം. മാത്രമല്ല, പോലീസിനോട് റിപ്പോർട്ട് തേടാനും ഈ പരാതിക്കാരന് നോട്ടീസ് അയക്കാനും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. KP.